മോഹൻജി നമസ്കാരം. ചേട്ടാ ഭയങ്കര ചുമയാണ്. കഴിഞ്ഞ തവണ കൊണ്ടുപോയ ആ ആന്റിബയോട്ടിക്സ് ഇല്ലേ, അത് തന്നെ. ശരി, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കാണിക്കൂ. അതിന്റെയൊക്കെ ആവശ്യം എന്താണ് ചേട്ടാ? നിങ്ങളും ഡോക്ടറെക്കാൾ മോശമൊന്നും അല്ലല്ലോ. അല്ല, ഒരിക്കലുമല്ല. ഞാൻ വെറും ഒരു ഫാർമസിസ്റ്റ് ആണ്. പക്ഷേ ആന്റിബയോട്ടിക്സ് പോലെയുള്ള ഒരു മരുന്നുകളും അതിന്റെ സ്ട്രിപ്പിന്മേൽ ചുവന്ന വരയുള്ളത് നിങ്ങൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവരാത്തിടത്തോളം എനിക്കത് നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല. പക്ഷെ കഴിഞ്ഞ തവണ കുറിപ്പടി കാണിച്ചതാണല്ലോ. സ്ട്രിപ്പിന് മുകളിൽ ചുവന്ന വരകളുള്ള മരുന്നുകൾ അത് ഓരോ തവണയും ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ ലഭിക്കുകയില്ല. കൂടാതെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയ അളവിലും കൂടുതലും ലഭിക്കുകയില്ല. ഇതാണ് ഒരു ആദർശവാനായ ഫാർമസിസ്റ്റ്. അദ്ദേഹം മനസ്സിലാക്കുന്നു ആന്റിബയോട്ടിക്സിന്റെ ദുരുപയോഗം പാടില്ല എന്ന്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, ആന്റിബയോട്ടിക്സ് എല്ലാ രോഗികൾക്കുമുള്ള മരുന്നല്ലെന്ന്. പല അസുഖങ്ങളുടെയും ലക്ഷണം ഒരുപോലെയാണ്, പക്ഷെ അതിന്റെ മരുന്ന് പല വിധത്തിലാണ്. അതിനാൽ എപ്പോൾ രോഗബാധിതരായാലും ഡോക്ടറെ തീർച്ചയായും കാണുക. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ ആന്റിബയോട്ടിക്സ് വാങ്ങാവൂ. മരുന്നിന്റെ കോഴ്സ് പൂർണ്ണമായും എടുക്കണം, സമയത്ത് തന്നെ എടുക്കണം. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ മുഖേന പൊതുജന താൽപര്യാർത്ഥം.